ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുടി ഞാനൊന്ന് ബ്യൂട്ടി പാർലറിൽ പോയി ഒന്ന് ശരിയാക്കി വെച്ചിട്ടാണ്. മുടി ഇങ്ങനെ ആകെ ഇങ്ങനെ ചുരുണ്ടിട്ടാണ്, പിന്നെ ഇങ്ങനെ ആകെ ഇങ്ങനെ ഇപ്പോൾ ഇരി കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനെ ചുരുണ്ടിങ്ങനെ ഒരു പോലെ കിടക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് പോണ വഴിയിലത്തെ ഇവിടത്തേക്ക് കാഴ്ചകളായിട്ടാണ് നമ്മുടെ വീഡിയോ. ഞാൻ ഓഗസ്റ്റ് 15 അന്നാണ് ഈ ബ്യൂട്ടി പാർലറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൽ കണ്ടൊരു കാഴ്ചയാണ്. അവിടെ കൊടിയൊക്കെ ഉയർത്തിയിട്ട് ഇങ്ങനെ കുറച്ച് അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ബസ്സൊക്കെ വന്നു. അപ്പോൾ ബസ്സിൽ നമുക്ക് കുറച്ച് ദൂരം യാത്രയായിട്ട് തൃശ്ശൂർ ടൗണിലേക്ക് എത്തണം. നമുക്ക് തൃശ്ശൂർ ടൗണിൽ ഭാരതീയ വിദ്യാഭ്യാസ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിലാണ് ഈ നിവ ബ്യൂട്ടി പാർലർ ഉള്ളത് കേട്ടോ. എൻ്റെ ചേച്ചിനീത്തിമാർ കൂടിയിട്ടാണ് ഈ ബ്യൂട്ടി പാർലർ നടത്തുന്നത്. നിമിഷ, വർഷ എന്ന് പറയുന്ന 2 പേര്. അങ്ങനെയാണ് ഇതിന് നിവ എന്നുള്ളൊരു പേര് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പതുക്കെ ഉള്ളിൽ പോകാം. അപ്പോൾ ഞാനിവിടെ പുറത്ത് വീഡിയോ എടുക്കുമ്പോൾ തന്നെ വർഷനെ കണ്ടു കേട്ടോ. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. അപ്പോൾ പാർലറിൻ്റെ ഉള്ളിൽ കുറച്ച് മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കൊണ്ടു. അപ്പോൾ ഇതാണ് എൻ്റെ മുടിയുടെ അവസ്ഥ. ഇങ്ങനെ ആകെ ഇങ്ങനെ ചുരുണ്ട് കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് എന്ത് കോലാവുമെന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഇതാണ് ബ്യൂട്ടി പാർലറിൻ്റെ ഉൾഭാഗം. ഇവിടെ എല്ലാത്തരം ട്രീറ്റ്മെൻറ്റുകളും ഉണ്ട് കേട്ടോ. എൻ്റെ മുടി ആദ്യം അവർ ചെയ്ത് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്യലാണ്ട്. അവരുടെ ഷാമ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നല്ല ക്ലീൻ ആക്കി വാഷ് ചെയ്യാണ് ആദ്യം ചെയ്തത്. അപ്പോൾ ഇതാണ് വർഷ കേട്ടോ. ഈ വർഷ ആരാണെന്ന് പറയാൻ ഞാൻ മറന്നുപോയി. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫാണ് കേട്ടോ. അതിനുശേഷം മുടി ഉണക്കിയെടുക്കലാണ് പണി. അപ്പോൾ 2 പേരും 2 സൈഡിൽ നിന്നിട്ട് ഡ്രയറൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഉണക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഉണക്കിയെടുത്ത മുടികൾ അവരിങ്ങനെ 3 മടക്ക് പോലെ കുറേ മടഞ്ഞിടും കേട്ടോ. ഫുള്ളായിട്ട് തലമുടിയും ഫുള്ളായിട്ട് ഇങ്ങനെ കുഞ്ഞു മടച്ചിട്ടിട്ട് അതും എന്തൊക്കെയോ ക്രീമുകൾ പറ്റി കഴുകും. പിന്നെ വീണ്ടും ക്രീം പറ്റും കഴുകും. അങ്ങനെ ചെയ്തിട്ടാണ് എൻ്റെ മുടി ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയ കേട്ടോ. ദേ ഇങ്ങനെയാണ് മെടഞ്ഞെടുക്കുന്നത് കണ്ടോ. ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ മുടിയുടെ കോലം ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? ഇത് ഭംഗിയുണ്ടോ? ഇതാണ് ഇവരുടെ യഥാർത്ഥ പേരും കാര്യങ്ങളൊക്കെ. അപ്പോൾ വർഷം എനിക്കുള്ള ബില്ലും കാര്യങ്ങളൊക്കെ അവിടെ എഴുതുന്നുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് പോകാൻ നോക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ ഒരു സ്പായും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നാളെ വീണ്ടും വരേണ്ടതാണ്. അപ്പോൾ ഞാൻ യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ച് പോകാൻ കേട്ടോ. എൻ്റെ ഇപ്പോഴത്തെ ലുക്ക്, മുടിയുടെ വോളിയമൈസ് ചെയ്ത എൻ്റെ ലുക്ക് എങ്ങനെയുണ്ട്? ഇതാണോ ഭംഗി, പഴയതാണോ ഭംഗി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ഇട്ടിരിക്കും. ബൈ.